ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നമ്മൾ ഈദ് വ്ളോഗ് ചെയ്തതാണ്, പിന്നെ വ്ളോഗേ ചെയ്തിട്ടില്ല, പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാനും നമ്മളെ കിച്ചണിലെ വിശേഷങ്ങളും ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ആക്കുക, നമ്മൾ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റ് മോന് മദ്രസയിൽ പോയിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രാവിലെയാണ് മോൻ്റെ മദ്രസ കഴിഞ്ഞിട്ടാണ് മോൾക്ക് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിതാ മുറ്റത്ത് ചെടികളൊക്കെ ഒന്ന് നോക്കണം. രാവിലെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, അതാണ് മുറ്റത്ത് വെള്ളം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആര്യവേപ്പ് മരം വെട്ടിയ കാരണം തന്നെ ഇപ്പം നമ്മുടെ മുറ്റത്ത് അത്ര വലിയ കച്ചറൊന്നുമില്ല. പിന്നെ അപ്പുറത്ത് മൂച്ചയുണ്ട്, അതിമൊന്നും നന്നായിട്ട് ഇല വീഴും. ഇന്നലെ വൈകുന്നേരം ഒന്ന് അടിച്ചതുകൊണ്ട് തന്നെ വലിയ സീനില്ല. അതുകൊണ്ട് ഇന്നത്തെ മുറ്റടിക്കൽ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് മുറ്റടിക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഏതായാലും ഈ വക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം അകൊക്കെ വൃത്തിയാക്കാനായിട്ട് പോവാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് നമുക്ക് പണികളൊക്കെ ചെയ്യാം കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഹറിബറിയായിട്ടൊന്നും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളില്ല. കുട്ടികൾക്ക് മദ്രസ് മാത്രമേ ഉള്ളൂ, സ്കൂളൊന്നുമില്ല. ഞായറാഴ്ച എന്തായാലും 10 മണി 10:30 ആവട്ടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ അത് അപ്പോഴേക്കും നമുക്ക് റെഡിയാക്കി മതി. അതിനായിട്ട് ദോശമാവൊക്കെ റെഡിയാണ്. അതുകൊണ്ട് തന്നെ അതും വലിയ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് രാവിലെ അകൊക്കെ അടിച്ചു വാരി മൊത്തത്തിൽ മാറോലൊക്കെ തട്ടി അടിച്ചു വാരി തുടക്കുന്ന പരിപാടിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ 3/4 ഭാഗം പണി കഴിഞ്ഞു. കിച്ചണിൽ കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ റെഡിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഞാൻ വേഗത്തിലൊന്ന് മാറാലൊക്കെ തട്ടിയിട്ടുണ്ട്. അടിച്ചെല്ലാം കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കാതിരിക്കണം, അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മാറാലൊക്കെ തട്ടിയിട്ട് ഒന്ന് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ടാബിൾ ടീപ്പോയി ബേസിൻ അങ്ങനത്തെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിടുക. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മളിനി കുക്ക് ചെയ്യാനൊക്കെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അടിച്ച് വാരി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അകം അടിച്ച് വാരലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കിച്ചനും കൂടെ അടിച്ച് വാരി. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തുതരാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. മോളൊരു കുറച്ച് സമയത്തിന് കിട്ടിയതാണ്. ഇപ്പോൾ പിന്നെയുള്ള സമയത്തൊക്കെ ഞാൻ തന്നെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊടിയും കച്ചറയൊക്കെ ഉണ്ട്. മാറോല തട്ടിയതുകൊണ്ട് തന്നെ ഞായറാഴ്ച മിക്ക ദിവസങ്ങളും നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവും. അന്നും ഞാൻ ക്ലീനിങ്ങിന് നിൽക്കും, കുക്കിങ്ങിന് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ കിച്ചനും കൂടെ വൃത്തിയാക്കുന്നുണ്ട്. നമ്മളെ ഗിൽസിലൊരു വേട്ടാളം കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. വേട്ടാളം കൂട് പിന്നെ അവർ വെച്ച സമയത്ത് തന്നെ നമ്മൾ പൊട്ടിച്ച് കളയലോട്ടെ. അവർ ഏതായാലും കഷ്ടപ്പെട്ടുണ്ടാക്കിയാലേ കുറച്ച് ദിവസം താമസിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഏതായാലും ഇനി മതി താമസിച്ച് ഇനി നമുക്ക് അത് പൊട്ടിച്ച് കളഞ്ഞ് അതിൻ്റെ മണ്ണാണ് ഇട്ടത്. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നല്ല സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ മോളെ റൂമും അതേപോലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളെ പ്ലാൻസൊക്കെ ഒന്ന് മാറ്റി വെക്കണം വിചാരിച്ചിരുന്ന് അത് നമുക്ക് ഈവനിങ്ങിന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വൈകുന്നേരം ആവക പരിപാടികൾ ചെയ്യണം. പിന്നെ എന്താ മോളെ മോൾ മിക്ക ദിവസം വൃത്തിയാക്കിയിടും. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒന്ന് ബാക്കിലേക്കായിട്ടുണ്ട്. കാരണം നമ്മളെ പൂച്ച പ്രസവിച്ചപ്പോൾ മൊത്തം ടൈം ഇപ്പോൾ പൂച്ചൻ്റെ കുട്ടികളെ കൂടെയാണ്. അവൾക്ക് പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ മാവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ കുക്കിംഗ് വളരെ ഈസി ആയിട്ട് നല്ല കൂളായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പേടിയുമില്ല. മാവ് റെഡി ആവണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ അതും റെഡിയാക്കി എടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള നീർദോശ ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാണ്. അപ്പോൾ പിന്നെ നമ്മളെ തട്ടുദോശ അല്ലെങ്കിൽ മസാല ദോശ ഉണ്ടാക്കാനുള്ള മാവ് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതുണ്ട് സെല്ലാച്ചൽ. അപ്പോൾ അതും റെഡിയാണ്. പിന്നെ നമ്മുടെ ചട്നിക്കുള്ള തേങ്ങ റെഡി ആയിരുന്നു, അത് ഞാൻ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണികൾ തീർക്കണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ നിൽക്കുന്ന കുറച്ച് സമയം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ കുറച്ച് സമയം ഒരു അരമണിക്കൂർ നമ്മൾ സമയം എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ രാവിലത്തെ പരിപാടികളും പണികളൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ നടക്കും കേട്ടോ. ഒട്ടും നമുക്ക് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പൊടി കുഴച്ച് വെക്കാം, അതുപോലെ തേങ്ങ ചിരകി വെക്കാം, വെജീസൊക്കെ കട്ട് ചെയ്ത് വെക്കാം, ഫിഷോ ചിക്കനാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മസാല തേച്ച് വെക്കാം. അതുപോലെ നമ്മളെ ബോട്ടിലിൽ കാലിയായിട്ടുള്ള പാത്രങ്ങളിൽ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ട് അത് നമ്മളൊരു സമയം പോകുന്ന രീതിയല്ല. കാരണം നമ്മൾ ഉറങ്ങുന്നതിനിടയിൽ നമ്മൾ കുറേ നേരം ഫോണിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഫോൺ ഓണാക്കി വെച്ചിട്ട് നമുക്കിതൊക്കെ ചെയ്യാം. നമ്മളെ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അത്ര നേരത്തെ ഉറങ്ങുന്നവരല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനൊക്കെ ഒരുപാട് സമയം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കുന്നുണ്ട്. മോൻ വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം മോൻക്ക് നീർദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് നീർദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ്.
മോൾക്ക് തട്ടുദോശ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ രാവിലത്തെ പണികൾ ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പിന്നെ രാവിലെ തന്നെ ക്ലീനിങ്ങിന് നിൽക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേകതയാണ് കേട്ടോ. നമ്മളെ ക്ലീനിങ് പെട്ടെന്ന് തീരും. നമ്മളൊരു ദിവസം പകുതി സമയം കൊണ്ട് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും, പകുതി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കുക്കിങ്ങിനും ക്ലീനിങ്ങിനും എടുക്കുന്നതിൻ്റെ പകുതി സമയം മതി നമ്മൾ രാവിലെ തന്നെ ക്ലീനിങ് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ രാവിലെ തന്നെ കുളിക്കുന്നതിനെ പറ്റി എന്നോട് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. രാവിലെ തന്നെ നേരത്തെ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കച്ചറാവില്ലേ, പിന്നെ നിസ്കരിക്കാൻ പറ്റില്ലേ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മളെ മേലെ അത്രയും കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിയോ ഡ്രസ്സോ മാറ്റിയിട്ട് ചെയ്യാം. അതല്ല കുട്ടികളൊക്കെ ഉള്ള ചെറിയ കുട്ടികളുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾ മൂത്രം ഒഴിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മേലഴുകിയിട്ട് ചെയ്യാമല്ലോ. ഞാനിതാ എനിക്ക് തന്നെ ചെറിയ കുട്ടികളൊന്നുമില്ല. പിന്നെ നമ്മുടെ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രമാത്രം ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. മേലൊന്നും ആക്കാതെ ഇനി അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ലുഹ നിസ്കരിക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള അപ്പോഴേക്കിനും ഞാനത് ചെയ്യുമ്പോഴേക്കും എൻ്റെ മാക്സിയിലോ ഡ്രസ്സിലോ ചുരിദാറിലോ ഒന്നും കച്ചറാവൊന്നും ചെയ്യൂല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിക്ക ദിവസവും ലുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ കുക്കിങ്ങിന് നിൽക്കാറുണ്ട്. കാരണം നമ്മൾ നല്ലോണം നേരം വൈകിട്ടാണ് ലഞ്ചും കഴിക്കൽ. ബ്രേക്ക്ഫാസ്റ്റ് നേരം വഴുകും, ലഞ്ചും നേരം വഴുകും കേട്ടോ. പിന്നെ ഡിന്നർ നമുക്ക് അങ്ങനെ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. രാത്രിക്കത്തേക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കാറില്ല. എന്താണോ ഉള്ളത് അത് തട്ടിക്കൂട്ടി എടുക്കുക എന്നല്ലാതെ അതിനൊരു ചോറോ കറിയോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഉച്ചക്കത്തെ ചോറുന്നൽ കഴിഞ്ഞാൽ ചോറൊക്കെ സല്ലാജയിൽ കയറ്റി വെക്കും കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഞാൻ പാകത്തിന് എടുക്കാറുള്ളൂ. ഇനി അഥവാ ബാക്കി ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പുട്ടുണ്ടാക്കാനോ അപ്പം ഉണ്ടാക്കാനൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് എടുക്കുമ്പോൾ അത് ഞാൻ സല്ലാജയ്ക്ക് വെക്കാറാണ്. രാത്രിക്കത്തെ ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ റാഗിയോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വല്ല ദോശയോ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ എന്താ പറയുക ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറുമില്ല, കഴിക്കാറുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വേഗം സല്ലാജയ്ക്ക് വെക്കും കേട്ടോ. അപ്പോൾ ഏതായാലും അതൊക്കെ പോട്ടെ. നമുക്കിനി എന്താ പറയുക നമുക്ക് ദോശയ്ക്കുള്ള പൊട്ടാറ്റോ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പൊട്ടാറ്റോ ഞാൻ ഒരു 3 എണ്ണം വലുത് കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എന്തെങ്കിലും കിഴങ്ങ് വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെജീസ് ആണെങ്കിലും ധാന്യങ്ങളാണെങ്കിലൊക്കെ സ്റ്റീലിൻ്റെ കുക്കറിൽ ഇടുന്നതിനേക്കാളും പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ അലുമിനിയം കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മൾ കുമ്പളം വേവിക്കാനാണെങ്കിലും അതുപോലെ പൊട്ടാറ്റോ വേവിക്കാനാണെങ്കിൽ പയർ കടല അതൊക്കെ വേവിക്കാനായിട്ട് അലുമിനിയം കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്ത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് തന്നെ അത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നും കുറച്ച് കടുകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയ ശേഷം നമ്മൾ പൊട്ടാറ്റോ ഉടച്ച് ചേർക്കണം. പിന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ മസാല നല്ല ടേസ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. നമ്മളതിലേക്ക് പിന്നെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നെങ്കിൽ കുറച്ച് പൊട്ടുകടല ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഒരുപാട് വഴറ്റി ഗോൾഡൻ കളറും ഒരുപാട് സോഫ്റ്റ് ആക്കാനും നിൽക്കാതെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. ഒരു ഉള്ളിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറി വരുമ്പോഴേക്കും നമ്മളത് വയറ്റിൽ നിർത്തേണ്ട. കാരണം ഉള്ളി ഒരുപാട് വാടി ഗോൾഡൻ കളറായ ഈ ഒരു മസാലയുടെ ടേസ്റ്റേ പോയി കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിലേക്ക് പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ, വേറെ എരിവൊന്നും ചേർത്ത് കൊടുക്കരുത്. വളരെ കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ടോന്ന് വെച്ചാൽ ഇട്ടിട്ടില്ല, അങ്ങനത്തെ രീതിയിൽ വേണം. വളരെ കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പൊട്ടാറ്റോ റെഡിയാക്കുന്ന സമയത്ത് ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. നല്ല എന്താ പറയുക കുറച്ചൊരു കഷ്ണങ്ങളായിട്ട് കിടക്കുന്ന രീതിയിൽ ഒരുപാട് അങ്ങോട്ട് അലിഞ്ഞ രീതിയിലുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാതിരിക്കട്ടോ. അപ്പോൾ അത് ഞാൻ പൊട്ടാറ്റോ പൊടിച്ചെടുക്കാനായിട്ട് ആ ഒരു പൊടിക്കുന്ന സംഭവം എടുത്തതാണ്. പക്ഷേ അത് നമ്മൾ പ്ലേറ്റിന് വേറൊരു പാത്രം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉള്ളി കട്ട് ചെയ്ത് വെച്ച് പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ഉടച്ചെടുത്തതാണ്. പക്ഷേ എങ്കിൽ അത് ഉടഞ്ഞു കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ 2 കഷ്ണമാക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടി. നല്ല അടിപൊളി പൊട്ടാറ്റോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. മിക്കവർക്കും അറിയുന്നതാവും, അറിയാത്തവർക്കായിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി പൊട്ടാറ്റോ മസാല നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ അല്ലറ ചില്ലറ പണികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടേ ഉള്ളൂ, ഒരുപാട് വാടി കുഴഞ്ഞു പോയിട്ടില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിൻ്റെ ഒരു കളർ വളരെ കുറഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചൊരു കളർ കൂടുതലായിട്ട് തോന്നും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തക്കാളി ചേർക്കുമ്പോൾ ഒരു തക്കാളിൻ്റെ 1/4 ഭാഗമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു.
അത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ച് എരിവ് കുറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റിൽ കുറച്ചും കൂടെ പച്ചമുളക് ഒരു പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ എന്താ പറയുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് ഡ്രൈ ആയിട്ട് ഉണ്ട പിടിച്ച പോലെ ആവരുത്, കുറച്ചൊന്ന് സോഫ്റ്റ് ആയിരിക്കണം. എന്നാലേ ചൂടാറി കഴിഞ്ഞാൽ ആ ഒരു പാകത്തിനുള്ളൊരു തിക്നെസ്സിൽ ഇത് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ മല്ലിയില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊട്ടറ്റോ മസാല ഉണ്ടാക്കുക. നല്ല സൂപ്പർ ടേസ്റ്റും. ഈ ഒരു പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. ഉപ്പും എരിവൊക്കെ പാകത്തിന് നോക്കുക. അത്യാവശ്യം എരിവ് വേണം, ഉപ്പും വേണം. ഒരു ലൈറ്റ് പുളീൻ്റെ ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഒത്തിരി പുളി ഉണ്ടാവാനും തക്കാളിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഉണ്ടാവാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ മസാലേൻ്റെ ടേസ്റ്റേ പോയി കേട്ടോ. അപ്പോൾ അത് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആയി വന്നാൽ നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടാറ്റോ മസാല റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മോൾക്ക് വേണ്ടിയിട്ട് ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശമാവ് നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഭയങ്കര ഉപകാരമുണ്ട്. ഇതിലിട്ട് നമുക്ക് വെള്ളപ്പം ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, തട്ട് ദോശ ഉണ്ടാക്കാം, മസാല ദോശ ഉണ്ടാക്കാം, നെയ് റോസ്റ്റ് ഉണ്ടാക്കാം, എന്ത് ദോശ വേണമെങ്കിലും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ദോശമാവാണ്. അതേസമയം നല്ല ക്രിസ്പാണ്, നല്ല കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, നല്ല മസാലയും കൂടിയാണ്. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചാടിക്കലും കഴിഞ്ഞു. ഇപ്പോൾ കുട്ടികൾ മദ്രസ വിട്ട് വന്ന നേരം കൊണ്ട് എൻ്റെ ഭക്ഷണം ഉണ്ടാക്കലും അതുപോലെ തന്നെ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ഇനി ഉള്ള പരിപാടി ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകണം. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മളെ മദ്രസയിലെ ഉസ്താദുമാർക്ക് നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഫുഡ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിന്ന് കൊടുത്തിരുന്നത്, അതിൻ്റെ പാത്രം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ മദ്രസ വിട്ട് വരുമ്പോൾ മോളതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. ഇനി ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഉച്ചക്കത്തേക്കുള്ള സംഭവങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതിലിടയ്ക്ക് നമുക്ക് വേറെ വേണമെങ്കിൽ വല്ല സ്കിൻ കെയറും വേണമെങ്കിൽ ചെയ്യാം, തലയിൽ എണ്ണ തേക്കാം, അതുപോലെ തന്നെ നമുക്ക് മുടിയൊക്കെ വാർന്നിടാം. പേനൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാകുമ്പോൾ പേനൊക്കെ ഉണ്ടാവും. എൻ്റെ മോളെ തലയിലൊക്കെ പേനുണ്ടാവും. അപ്പോൾ ഞാനതൊക്കെ വാർന്നിടക്കൊക്കെ ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒത്തിരി സമയം കിട്ടും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിനുള്ളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണൊക്കെ നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉച്ചക്കത്തെ മന്തി ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. മന്തി ഉണ്ടാക്കാൻ കുറേ ദിവസമായി കുട്ടികൾ പറഞ്ഞു, കുട്ടികൾക്ക് നല്ല മന്തി കഴിക്കാൻ പൂതിയാവുന്നുണ്ടെന്ന്. കാരണം നമ്മൾ വീട്ടിൽ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും പറഞ്ഞ പോലെ പരിപാടി ഉണ്ടായിട്ട് അവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ എന്നാലും വീട്ടിലുണ്ടാക്കുന്ന മന്തി കഴിക്കാനേ പൂതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മന്തിക്കുള്ള ചിക്കനൊക്കെ കൊണ്ടുവന്നപ്പോൾ മന്തിക്കുള്ള റൈസ് ഉണ്ടായിരുന്നില്ല, നമ്മളടുത്ത് ബിരിയാണി റൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഏതായാലും ഇന്ന് നടക്കില്ല എന്ന് പറഞ്ഞ് ചിക്കനും മസാലയൊക്കെ തേച്ചിട്ട് എന്താ പറയുക അതിനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് മോള് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പൂച്ചയ്ക്ക് വേസ്റ്റ് കൊടുക്കുമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാനിത് കുമ്പളം കറി വെക്കാമെന്ന് വിചാരിച്ച് സാധാ ചോറുണ്ടാക്കാനുള്ള പ്ലാനിലേക്കായിട്ട്. പിന്നെ അപ്പോൾ കുറച്ച് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചതുണ്ട് ഇവിടെ, ചെറിയ കഷ്ണങ്ങളാക്കി അത് പൊരിച്ച് കൊടുക്കുകയും ചെയ്യും കുട്ടികൾക്ക്. പിന്നെ കുമ്പളം കറിയും ഉണക്കമീനും നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമീനും വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഉപ്പേരിക്ക് വേണ്ടി പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുമ്പളം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പച്ചമുളകും കുമ്പളവും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് പപ്പടം പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരി ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിൽ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇനി ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വേഗത്തിൽ പൊരിച്ചെടുക്കട്ടെ. എന്നതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ ഉണക്കമീനും കൂടി പൊരിക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മളെ പണികൾ തീരും. ഇപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്, നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ പൂച്ചക്കുട്ടികളും പൂച്ചയൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവർ ഭയങ്കര കളിയാണ്. അവർ പുറത്ത് ബാത്റൂമിലാണ് ആക്കാറ്. നമ്മൾ പുറത്ത് നമ്മൾ കുളിക്കുന്ന ബാത്റൂമുണ്ട്, അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മൾ അവരെ ആക്കാറ്. നല്ല രസമാണ് അവരെ കളി കണ്ടിരിക്കാനായിട്ട്. കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ പരിപാടി, നല്ല ആക്റ്റീവാണ് കേട്ടോ കുട്ടികൾ. പിന്നെ പൂച്ചൻ്റെ കൂടെ ഒരു ശല്യമില്ല, കരയൊന്നും ചെയ്യില്ല ഈ പൂച്ച. കരയുന്നെങ്കിലും ശബ്ദം പുറത്തേക്ക് തീരെ വരില്ല. അത് ആദ്യം മുതലേ അങ്ങനെയാണ്. അങ്ങനെ ചില പൂച്ചകൾ അങ്ങനെയാണായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷേ കുട്ടികൾ ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഒരാൾ നല്ല തടിയുള്ള പോലെ തോന്നും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് പിന്നെ തേങ്ങ അരച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് വറവിട്ടിരിക്കുകയാണ്. കറിവേപ്പിലയും കടുകും കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉണക്കമീൻ പൊരിക്കാനുണ്ടായിരുന്നു, പപ്പടം. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചോറ് തിന്നുന്ന സമയപ്പം കുട്ടികൾക്ക് ഞാൻ വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല മഴയുണ്ട് പുറത്ത് കേട്ടോ. അപ്പോൾ നല്ല കുമ്പളങ്ങ കറിയും പയറുപ്പേരിയും ഉണക്കമീനും ചിക്കനും പപ്പടും അച്ചാറും തൈരും അങ്ങനെ ഒരുപാട് കൂട്ടാനുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാശി വിചാരിച്ചിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കുന്നു. കാശിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് മന്തി. അപ്പോൾ കാശിക്ക് ഇത് കണ്ടപ്പോൾ നന്നായി ഇത് ഏതായാലും ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഏതായാലും നമ്മളെ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു, നല്ല തിമിർത്ത് പെയ്യാന്നൊക്കെ പറയില്ല അതേപോലത്തെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്നാക്സൊക്കെ ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒരു മടി, പിന്നെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയില്ല. ബേക്കറികളൊക്കെ ഉണ്ടായിരുന്നു, ബേക്കറി ഒന്നും വല്ലാണ്ട് കഴിക്കൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ വിചാരിച്ചു അവിൽ കുഴച്ചുണ്ടാക്കാമെന്ന്. എനിക്ക് അവിൽ കുഴച്ചത് അരി വറുത്തതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, എപ്പോഴും അല്ല വല്ലപ്പോഴൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ അവിൽ വറുത്തുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ചായ കുടിക്കാൻ വിചാരിച്ച് അവിൽ വറുത്തതല്ല അവിൽ കുഴച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്ക് അവിലെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചധികം തേങ്ങ, പിന്നെ ചെറിയ ഉള്ളി, ശർക്കര, ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആവണമെങ്കിൽ ഇത്തിരി കട്ടൻ ചായ കുടിച്ചാൽ മതി കേട്ടോ. ഈ അവിലൊക്കെ കഴിക്കുമ്പോൾ കട്ടൻ ചായ കുടിക്കണം, പാലിട്ട ചായൻ്റെ കൂടെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട്. അപ്പോൾ നമ്മളിത് അവിടെ കൊല്ലയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അവിൽ കുഴച്ചതും ചായയും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ്. ഇൻഷാല്ലാ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ഇപ്പോൾ തന്നെ ചെയ്തോളൂ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.